ഈ ഉറുമ്പിനും അങ്ങ് റഹ്മത്തല്ലേ? ഇവിടെ ആളുകളൊക്കെ എന്നെ ചവിട്ടിക്കൊല്ലും. അതിനാണ് ഞാൻ അവിടുത്തെ കാലിൽ വന്നിരിക്കുന്നത്. അങ്ങ് എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. അങ്ങയുടെ കാലിലിരിക്കാൻ ഞാൻ അർഹനല്ല. ഉറുമ്പ് വന്ന് നബിത്തങ്ങളുടെ അരികിൽ കണ്ണുനീരൊടുക്കുന്നത് ചരിത്രത്താളുകളിൽ മഹത്തുക്കളായ പണ്ഡിത മഹത്തുക്കൾ വിവരിക്കുന്നുവെങ്കിൽ ആ നബിത്തങ്ങളെ മുറുകെ പിടിക്കാനുള്ളൊരു മനസ്സ് തമസ്സക് ബിൻ നബി വകുല്ലു സഅബിൻ യഹൂനു ഇദാ തമസ്സക ബിൻ നബി. ഓ മുസൽമാൻ, കടമുള്ള പിതാക്കളെ, റസൂലുള്ളാഹിനെ മുറുകെ പിടിച്ചാൽ, നബിത്തങ്ങളെ മനസ്സിൽ ഇറക്കി വെച്ചാൽ കടത്തോടൊരു മനുഷ്യൻ മരിക്കുകയില്ല. റസൂലുള്ളാഹിയുണ്ടോ? കടത്തോടെ മരിക്കില്ല. കച്ചവടക്കാരാണോ? ബറക്കത്ത് വേണോ? നബിത്തങ്ങളെ കൽബിൽ വെക്കണം. ഏകദേശം 70ഓളം വരുന്ന കാര്യങ്ങള് ആശിക്കങ്ങൾ പറയാ, അത് നിങ്ങളുടെ ഹൃദയത്തിൽ വെച്ചാൽ അവസാന നിമിഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി പുന്നാര തങ്ങളുടെ മുഖം കണ്ട് സലാം പറഞ്ഞുകൊണ്ട് മരിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് വെറുതെയുടെ മജ്‌ലിസിൽ ഞാൻ 2-3 സംഭവങ്ങൾ പറയാം. സമയം വൈകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ഞാൻ പെട്ടെന്ന് നിർത്തും. 2-3 സംഭവങ്ങൾ പറയും. അതോടുകൂടെ നിങ്ങളുടെ ഹൃദയം, എന്റെയും നിങ്ങളുടെ മനസ്സിൽ അത് സൂക്ഷിച്ചു വെക്കണം. റസൂലുള്ളാഹിനെ കൽബിൽ ഇറക്കി വെക്കണം. നമുക്ക് പുഞ്ചിരിച്ച് മരിക്കാം. അല്ലേ, നമ്മുടെ ഖബറൊക്കെ തീകുണ്ടാരമായി. പാവങ്ങളാ, ഒരു അമരില്ലാത്ത സാധുക്കളാ, ഒരു അമരില്ല നമുക്ക്. എന്നാ റസൂലുള്ളാഹിനെ പിടിക്കണം നമുക്ക്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏത് ഘട്ടത്തിലും നമ്മെ സഹായിക്കുന്ന ഒരു നേതാവ്. ഏതൊക്കെ പാപങ്ങളുണ്ടോ ആരും ഞെട്ടിയിട്ട് നബിയേന്ന് വിളിച്ചാൽ റസൂലുള്ളാഹി തട്ടിയിട്ടില്ല. പക്ഷേ നമുക്കതിന്റെ ഗൗരവം അറിയില്ല. റസൂലുള്ളാഹി തങ്ങളെ മുറുകെ പിടിക്കാനുള്ളൊരു മനസ്സ് ഒരു മുസ്ലിമിനുണ്ട് എങ്കിൽ ജീവിതമൊക്കെ സന്തോഷകരമാണ്, കുടുംബത്തിൽ സന്തോഷകരമാണ്. മരിക്കുമ്പോ പുഞ്ചിരിച്ച് മരിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുകയും ചെയ്യാം. മഹാന്മാര് പഠിപ്പിക്കുമ്പോ അതിനെന്താണ് മാർഗമുള്ളത്? എന്താണ് വഴി? റസൂലുള്ളാഹിനെ പിടിക്കുന്നത് വെറുതെയാണോ? ഏതൊക്കെ ആളുകളുണ്ടോ, ഏതൊക്കെ ജീവികളുണ്ടോ, ഏറ്റവും വലിയൊരു ശത്രുവാണ് എങ്കിൽ ആ ശത്രുവിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ച ത്വാഹാ റസൂലുള്ളാഹി. ഒരു ജീവികളെയും ഒരു മതവിശ്വാസികളെയും ആക്രമിക്കരുതെന്ന് പഠിപ്പിച്ച കാരുണ്യത്തിന്റെ നേതാവ് ഇന്ന് പരസ്പരം വിദ്വേഷവും ഭീകരതയും തീവ്രതയും എന്നൊക്കെ പറഞ്ഞ് ഭീകരവാദവും തീവ്രവാദവും പറഞ്ഞ് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ നബിത്തങ്ങളുടെ ഹുബ്ബ് വെച്ച് അവിടുത്തെ കൈകൊണ്ട് വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കുന്ന ഇസ്ലാമിന്റെ പടയാളികളായ ചെറുപ്പക്കാരെ, ആ നേതാവിനെ കൽബിലും എടുത്തു വെക്കണ്ടേ. ഏറ്റവും വലിയ ശത്രു നബിത്തങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടി വന്നവനാണ്. അവസാനം ഒന്നും കിട്ടുന്നില്ല. വീട്ടിൽ കാഷ്ടിച്ചുകൊണ്ട് ഒന്നിനും കടിയില്ലെങ്കിൽ നമുക്കൊരു ഭാഷയുണ്ട്. അത് പ്രയോഗിച്ച് പ്രവൃത്തിയിൽ പ്രായോഗികവൽക്കരിച്ച് ഇവനങ്ങ് പുറപ്പെടുകയാണ്. നബിത്തങ്ങളെ കൊല്ലാൻ വേണ്ടി മൂർച്ചയുള്ള കത്തി അരയിൽ വന്ന് കുവച്ചവൻ അവനാണ്. പിടുത്തം കിട്ടാതെ പോകുന്നത്. അവന്റെ കത്തി മറന്നു വെച്ചു. എന്താണ് ചെയ്യുന്നത്? നബിത്തങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോ, കടന്നു വന്നപ്പോ, കാരുണ്യത്തിന്റെ നേതാവ് മോനെ എന്തേ ചായ കുടിക്കാതെ പോയത്? റസൂലുള്ള അവനെ ഇരുത്തി ചായ കൊണ്ടുവന്ന് കൊടുക്കുമ്പോ ഇവനതാ കുടിക്കുന്നു. തൊട്ട് ഇപ്പുറത്തിവൻ കാഷ്ടിച്ച ഭാഗം കഴുകി വൃത്തിയാക്കുന്ന രംഗം ഈ ശത്രുവങ്ങ് കണ്ടപ്പോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലിക്കൊണ്ട് ദീനിലേക്ക് കടന്നു വന്ന് നബിയേ, ഇതാണോ മുഹമ്മദ് നബി? അറിയൂല തങ്ങളെ, എനിക്ക് മാപ്പ് തരണം, എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. ഇത് പറഞ്ഞ് റസൂലുള്ളാഹി പൊരുത്തപ്പെട്ട് വന്നു പോകുമ്പോ ഒരു പെൺകുട്ടി ഓടി വന്ന് യാ റസൂലല്ലാഹ്, ഹംസത്തുൽ കറാറിന്റെ കരള് കടിച്ചു തുപ്പിയ വഹ്ശിക്ക് മാപ്പ് കൊടുത്ത നബിയേ,
എന്റെ ഭർത്താവ് അബൂജഹലിന്റെ മകനാണ്, അബൂജഹലിന്റെ മകൻ ഇക്രിമയാണ്. ഇക്രിമ വന്ന അങ്ങ് മാപ്പ് കൊടുക്കോ? എത്ര ആളുകളെ കല്ലെടുത്തെറിഞ്ഞവരാണ് ഇക്രിമ. ആ സമയത്ത് റസൂലുള്ള പറയുന്നു, മോളെ ഇക്രിമ അങ്ങ് എന്റെ അരികിൽ വന്നാൽ എന്റെ മകൻ ഇബ്രാഹിം എന്ന കുട്ടിയോട് കാണിക്കുന്ന സ്നേഹം ഞാൻ ഇക്രിമയോട് കാണിക്കുന്നതാണ്. അനുജന്മാരെ, എന്തിനാണ് നമ്മളൊക്കെ കൂട്ടുകാരെ ഏതെങ്കിലും ഒരു മതവിശ്വാസികളെ ആക്രമിക്കാനോ ചീത്ത പറയാനോ തെറിവിളിക്കാനോ കാരുണ്യത്തിന്റെ നേതാവിന്റെ അനുയായികൾക്ക് പാടില്ല. റസൂലുള്ളാഹിന്റെ പൊന്നുമക്കൾക്ക് പാടില്ല. ആ നബിത്തങ്ങളാ പറയുന്നത്, ഇക്രിമ എന്റെ അരികിൽ വന്നാൽ എന്റെ കുട്ടിയെപ്പോലെ ഞാൻ സ്നേഹിക്കുന്നതാണ്. ഉടൻ തന്നെ പോകുന്നു ആ പെണ്ണ്, ഭർത്താവിനോട് പറയുന്നു മുഹമ്മദിന്റെ അരികിലേക്ക് പോകണം. മുഹമ്മദോ എന്നെ കിട്ടിയാൽ എന്നെ കഷ്ണമാക്കിക്കളയും, ഉമർ എന്നെ കഷ്ണമാക്കിക്കളയും. ഇല്ല, ഞാൻ നിങ്ങളെ സഹായിക്കും. ഈ പെണ്ണ് കൈപ്പിടിച്ചങ്ങനെ പോകുമ്പോ സിദ്ദീഖ് അപ്പുറത്തുണ്ട്, ഉമർ ഫാറൂഖിനെ ഇപ്പുറത്തും കണ്ടപ്പോ തരിച്ചു വിറച്ചു നിൽക്കുന്ന ഇക്രിമ, മോളെ ഞാനില്ല. അവിടുത്തെ മുഖമങ്ങ് മറച്ചിട്ട് റസൂലുള്ളാഹിനോട് നീ ചെന്നിട്ട് ചോദിക്ക്, ഇക്രിമ വരുന്നുണ്ട്, മാപ്പ് കൊടുക്കോ ഒന്നൊന്ന് ചോദിക്കണം. ഈ പെണ്ണ് ഓടി ചെന്നിട്ട് അതാ അബുമഹാനായ ഹംസത്തുൽ കറാറിന്റെ കരള് കടിച്ചു തുപ്പിയിട്ട് അവിടുത്തെ തലച്ചോടെടുത്ത് അതിൽ വെള്ളം ഒടുക്കിയിട്ട് ആർക്കാണ് വെള്ളം വേണ്ടത് എന്ന് ചോദിച്ച ആൾക്ക് മാപ്പ് കൊടുത്ത നബിയേ, ഇക്രിമ വരുന്നു, മാപ്പ് കൊടുക്കുമോ? എന്റെ കുട്ടിയാൻ ഇക്രിമ, എന്റെ മകനാൻ. റസൂലുള്ളാഹിന്റെ വാക്ക് കേട്ടപ്പോ ആ മുഖത്തുള്ള വസ്ത്രമങ്ങ് പൊക്കിയിട്ട്, യാ റസൂലല്ലാഹ്, അബൂജഹലിന്റെ മകൻ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് റസൂലുള്ളാഹിനെ കയ്യെന്ന് പിടിച്ചിട്ട്, തങ്ങളെ ഇതാണോ അങ്ങ് എന്റെ വാപ്പയൊക്കെ പറഞ്ഞത് കേട്ട് തെറ്റിദ്ധരിച്ചു നബിയേ, അങ്ങയെക്കുറിച്ച് പഠിച്ചില്ലല്ലോ. പുന്നാര തങ്ങള് ഇക്രിമയുടെ തലയിൽ കൈവച്ചിട്ട് സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബാ, ഇന്ന് മുതൽ ഇക്രിമയുടെ മജ്ലിസിൽ വെച്ച് അബൂജഹലിന്റെ പേര് കേട്ടാൽ ലഅനത്തുല്ലാഹ് എന്ന് പറയരുതേ. എന്റെ ഇക്രിമയുടെ മനസ്സ് വേദനിച്ചാലോ ലഅനത്തുല്ലാഹ് എന്ന് പറയരുത്. എന്റെ മക്കളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി, കാരുണ്യത്തിന്റെ നേതാവ് ത്വാഹ റസൂലുള്ളാഹി. ആ നബി തങ്ങളുടെ കുട്ടികളായ നമുക്ക് രാജ്യത്ത് ഭീകരവാദമോ ഏതെങ്കിലും മതവിശ്വാസികൾ ആക്രമിക്കാനോ കൊള്ളയടിക്കാനോ ഏതെങ്കിലും ഒരു ഹൈന്ദവ സുഹൃത്തിന്റെ വീട്ടിൽ ചെന്ന് കൊള്ളയടിക്കാനോ അരുത്. ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഒരൊറ്റ മതവിശ്വാസികളെ ചീത്ത പറയാൻ പുന്നാര തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെയല്ല. ആ നല്ല സ്വഭാവം കണ്ടിട്ട് ഞാനിതാ 2-3 കാര്യമെന്ന് പറയാ. നല്ല സ്വഭാവം കണ്ടിട്ട് എത്ര ആളുകളാ ഒഴുകി വരുന്നത്. ഒരു കാട്ടറബിയായ മനുഷ്യൻ, ഒരു വിവരവുമില്ലാത്ത കാട്ടറബി ഓടി വന്നിട്ട് നബി തങ്ങളുടെ അരികിൽ, യാ മുഹമ്മദ്, മുഹമ്മദേ. പേര് കേട്ടപ്പോ വിളി കേട്ടപ്പോ തോന്നിയത് കാട്ടറബിയാണ്, ഇതൊരു ആറാബിയാണ്. ഈ കാലഘട്ടത്തിലൊരു നമ്മളൊക്കെ ഒരു ബിദഅത്തുകാരനെ കുറിച്ച് കിലാബുന്നാർ, നരകത്തിലെ പട്ടിയാണെന്ന് ബിദഅത്തുകാരനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അസ്ഹാബുൽ ബിദഇ കിലാബുന്നാർ, ബിദഅത്തുകാരൻ നരകത്തിലെ പട്ടിയാണ്. ഇത് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ നബി തങ്ങളുടെ അരികിലേക്കാണ് കാട്ടറബിയാര് മരിച്ചല്ലോ ഓടി വന്ന്, യാ മുഹമ്മദ്, മുഹമ്മദേ. റസൂലുള്ളാഹിക്ക് മനസ്സിലായി ഇതൊരു അങ്ങനെ അത്ര വിവരമില്ലാത്ത ആളാണ്, ഒരു കാട്ടറബിയ. അപ്പൊ ആ മനുഷ്യൻ പറയാ, നിങ്ങളൊക്കെ പാവങ്ങളെ സഹായിക്കുന്ന ആളാന്ന് കേട്ടിട്ടുണ്ട്. അതാ ഇരിക്കുന്ന അബൂബക്കർ ഇന്നലെ എന്റെ വീട്ടിൽ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തി അബൂജഹൽ എന്റെ ഒട്ടകത്തെ കൊണ്ടുപോയി. എനിക്ക് 8 മക്കളുണ്ട്. ആ മക്കളെ പോറ്റാൻ മുഹമ്മദേ ആരുമില്ല. റസൂലുള്ളാഹ് എന്നല്ല വിളിക്കുന്നത്, മുഹമ്മദേ എനിക്ക് ആരുമില്ല. ഞാനങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അബൂജഹൽ എന്നെ ഭീഷണിപ്പെടുത്തി ഉള്ള ഒട്ടകം കൊണ്ടുപോയി. ഇനി ഒരു വഴിയില്ല. അപ്പൊ അബൂബക്കർ അവിടെ ഉണ്ട്. ഞാൻ ചോദിച്ചു, അബൂബക്കറെ എനിക്കൊന്നുമില്ല, എന്നൊന്ന് രക്ഷപ്പെടുത്തണം, എന്റെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഒന്നുമില്ല. അപ്പൊ അബൂബക്കർ പറഞ്ഞു, അതാ ഇരിക്കുന്ന ആ മനുഷ്യന്റെ അടുത്ത് പോയാ മതി, ഞാൻ അങ്ങനെ നിങ്ങളുടെ അരികിൽ വന്നിരിക്കുന്നത്.
നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. അല്ലാഹുവിന്റെ ഹബീബ്, ഈമാനുള്ള കൂട്ടുകാരെ, റസൂലുള്ള എഴുന്നേറ്റിട്ട് കുപ്പായം ധരിക്കുകയാണ്, വസ്ത്രം ധരിക്കുകയാണ്. അപ്പൊ കാട്ടറബി കൈപ്പിടിച്ചിട്ട് പറയുന്നു, മുഹമ്മദേ, നിങ്ങൾ ഒരിക്കലും വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങരുത്. കാരണം നിങ്ങൾ ദുആ ചെയ്താൽ എന്റെ ഒട്ടകം കിട്ടുമെന്ന് അബൂബക്കർ പറഞ്ഞപ്പോ ഞാൻ വന്നതാണ്. എനിക്ക് വേണ്ടി പുറത്തിറങ്ങരുത്. ഞാൻ വരുന്ന സമയത്ത് വഴിയിൽ ധീരനായ ഉമർ വാള് പിടിച്ചു നിൽക്കുന്നുണ്ട്. ഞാൻ ഉമറിനോട് ചോദിച്ചു, ആരുടെ തലയെടുക്കാനാണ്? ഇന്നലെ ദാറുൻ നദവത്തിൽ വെച്ച് പ്രഥമ മീറ്റിംഗ് കൂടി. ആ മീറ്റിംഗിൽ അബൂജഹലായിരുന്നു അധ്യക്ഷം വഹിച്ചത്. ആ അബൂജഹൽ പറഞ്ഞത്, ആരാണോ മുഹമ്മദിന്റെ തലയെടുത്തു വരുന്നത് അവർക്ക് എന്റെ വക 100 ഒട്ടകം കൊടുക്കാം. മോനെ, ഈ ഉമർ അംഗീകരിച്ചിരിക്കുകയാണ്. മുഹമ്മദിനെ കാണിച്ചു തന്നാലും നിനക്കും ഞാൻ ഒട്ടകം നൽകാം. നബിയെ, ഞാൻ ഉമറിന് പറഞ്ഞു കൊടുത്തില്ല. നിങ്ങൾ പാവങ്ങളെ സഹായിക്കുന്ന ആളാണെന്ന് കേട്ടപ്പോ നിങ്ങളെ കാണിച്ചു കൊടുക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എങ്ങോട്ടും പോകരുത്, ഇവിടെ നിന്ന് ദുആ ചെയ്താൽ മതി. റസൂലുള്ള അവിടുന്ന് പുഞ്ചിരിച്ച്, ഇന്നല്ലാഹ ഖലഖൽ ജന്നത ലിമൻ അതാഅ വലൗ കാന അബ്ദൻ ഹബശിയാ. മോനെ, ലോകത്ത് അല്ലാഹുവിനെയല്ലാതെ മറ്റാരെയും പേടിക്കണ്ട. നിങ്ങളുടെ ഒട്ടകം എവിടെയാണത് വാങ്ങിത്തരണ്ടേ? എന്റെ ചെറുപ്പക്കാരെ, റസൂലുള്ള കുപ്പായം ധരിച്ചിട്ട് ഏറ്റവും വലിയ ശത്രുവിന്റെ അടുക്കളയിലേക്ക് പോവുകയാണ്. അബൂജഹലിന്റെ വീട്ടിലേക്ക്, പറമ്പിലേക്ക് പോവുകയാണ്. അങ്ങനെ ചെന്ന് അബൂജഹലിന്റെ വാതിലിക്കലെത്തി. വാതിലെന്ന് മുട്ടുന്നു. സുബ്ഹാനല്ലാഹ്, ലോകത്തെ ഏറ്റവും വലിയ ശത്രു മുഹമ്മദിന്റെ തലയെടുക്കുന്നവർക്ക് 100 ഒട്ടകം കൊടുക്കാമെന്ന് പറഞ്ഞ അബൂജഹല് അവന്റെ അടുക്കളയിൽ പോയി പാവങ്ങളുടെ ഒട്ടകം വാങ്ങിക്കൊടുക്കാൻ പോവുക. റസൂൽ അവിടെ ചെന്നു. വാതിലിങ്ങനെ വിട്ടാ നിൽക്കുമ്പോ വീട്ടിൽ വല്ലാത്ത കലഹം. എന്താണ്? ഭാര്യയും ഭർത്താവും ശങ്കിക്കുകയാണ്, പരസ്പരം കലയിക്കുക. എന്താ ഭാര്യ പറയുന്നറിയോ? നിങ്ങളിപ്പോ മുഹമ്മദിന്റെ തലയെടുത്തു കൊണ്ടുവരുന്നവർക്ക് 100 ഒട്ടകം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ലേ? പോയിരിക്കുന്നത് ഉമറാണ്. ഉമർ 100 ഒട്ടകം എടുത്തവരും കൊണ്ടുവരും, തർക്കല്ല. ഉമർ മുഹമ്മദിന്റെ തല കൊണ്ടുവരും, തർക്കല്ല. അങ്ങനെ കൊണ്ടുവന്നാൽ ഉമറിന് 100 ഒട്ടകം കൊണ്ട് കൊടുക്കല് പോയി 10 ഒട്ടകം നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉള്ളത് തന്നെ പാവങ്ങളുടേത് കട്ടുകൊണ്ടുവന്നതല്ലേ ഈ പെണ്ണ്. അപ്പൊ അബൂജഹല്, മോളെ നീ മിണ്ടാതെ, അതൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്യ. അപ്പൊ അബൂജഹലിന്റെ ഭാര്യ പറയാ,